ويقيمون الصلاة ومما رزقناهم ينفقون ويقيمون الصلاة അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നു. വമിമ്മാ റസഖ്നാഹും നാം അവർക്ക് നൽകിയതിൽ നിന്നും യുൻഫിഖൂൻ ചെലവഴിക്കുകയും ചെയ്യുന്നു. ഭയഭക്തരായ ആളുകളുടെ 2-3 ഗുണങ്ങളാണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഗുണം, നാം കാണാത്ത കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതിന്റെ പേരിൽ വിശ്വസിക്കുക. രണ്ടാമത്തെ ഗുണം വയുഖീമൂനസ്സലാഹ് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക എന്നതാണ്. നമസ്കരിക്കുകയല്ല, നമസ്കരിക്കുന്നു എന്നല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, നമസ്കാരത്തെ മുറപ്രകാരം നിർവഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ എവിടെയും നമസ്കരിക്കുന്നു എന്ന് സത്യവിശ്വാസികളുടെ ഗുണമായിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കുറച്ച് നീട്ടിപ്പരത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. യുസല്ലൂൻ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നു എന്ന് ആശയമുണ്ട്. പക്ഷേ ഖുർആനിൽ യുസല്ലൂൻ എന്ന് പറഞ്ഞിട്ടില്ല. അതിനു പകരം ഇവിടെ പറഞ്ഞിരിക്കുന്നു വയുഖീമൂനസ്സലാഹ് നമസ്കാരം നിലനിർത്തുന്നു. കുറെ കഴിഞ്ഞ് പറയും ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ നിങ്ങൾ നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കുക. ഒരു സൂറത്തിന്റെ ഉദ്ഘാടനം, സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. എന്താണ് നമസ്കാരം നിലനിർത്തുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? നമ്മൾ നന്നായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമെന്ന നിയ്യത്തിൽ പറയാനും കേൾക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. യുഖീമൂന സ്വലാ എന്നതിന് പല ആശയങ്ങളുണ്ട്. ഒന്ന്, നമസ്കാരം മരണം വരെയും നിലനിർത്തുക. യുവത്വത്തിലും വാർദ്ധക്യത്തിലും നാട്ടിലും യാത്രയിലും തിരക്കിലും ഒഴിവിലും എല്ലാ സമയത്തും നമസ്കാരം നിലനിർത്തുക. എന്നാൽ അള്ളാഹു നൽകിയ ഇളവുകൾ സ്വീകരിക്കാൻ അനുവാദമുണ്ട്. രോഗമാണ്, വുളൂ ചെയ്യാൻ പറ്റുന്നില്ല, തയമ്മും ചെയ്തുകൊള്ളു. നിന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല, ഇരുന്ന് നമസ്കരിച്ചുകൊള്ളേൻ. യാത്രക്കിടയിലാണെങ്കിൽ ളുഹറും അസറും ചേർത്ത് നമസ്കരിക്കാൻ, 4 റക്അത്ത് നമസ്കാരം ചുരുക്കി നമസ്കരിക്കാൻ, മഗ്രിബും ഇശായും ചേർത്ത് നമസ്കരിക്കാൻ. പക്ഷേ നമസ്കാരം നമ്മൾ മരണം വരെയും നിലനിർത്തണം. രണ്ടാമത്തെ ആശയം, നമസ്കാരം യഥാസമയത്ത് നമസ്കരിക്കണം. ബാങ്ക് കൊടുക്കുന്നത് മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ്. നമസ്കാരത്തെ പറ്റിയുള്ള അറിയിപ്പാണ്. ഹയ്യ അലസ്സലാഹ് നമസ്കാരത്തിന്റെ സമയമായി. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ജോലി നമസ്കാരമായിരിക്കണം. ധാരാളം ആളുകൾ ളുഹർ നമസ്കാരം പിന്തിച്ച് അസറിന്റെ അടുത്ത് നമസ്കരിക്കും. വേറെ കുറെ ആളുകൾ അസർ നമസ്കാരം പിന്തിച്ച് മഗ്രിബിനടുത്ത് നമസ്കരിക്കും. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, അത് മുനാഫിഖിന്റെ നമസ്കാരമാണ്. അസർ നമസ്കാരം പിന്തിച്ചുകൊണ്ടിരിക്കും. വാട്സപ്പ് തോണ്ടും, പത്രം വായിക്കും, TV കാണും, സൊറ പറയും. അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ അടുക്കുമ്പോൾ ചാടി എഴുന്നേറ്റവൻ കാക്ക കൊത്തുന്നത് പോലെ 2 കൊത്തല് കൊത്തും. ഹദീസിന്റെ വാക്ക് തന്നെ അങ്ങനെയാണ്. കാക്ക കൊത്തുന്നത് പോലെ 2 കൊത്തല് കൊത്തി നമസ്കരിക്കും. അത്
മുനാഫിക്കിന്റെ നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യഥാസമയത്ത് നമസ്കരിക്കുക. വയുഖീമൂന സ്വലാഹ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ആശയം, ആ നമസ്കാരം കഴിവിന്റെ പരമാവധി നല്ല നിലയിൽ നമസ്കരിക്കുക. നമസ്കാരം കഴിവിന്റെ പരമാവധി നല്ല നിലയിൽ നമസ്കരിക്കുക. നമസ്കാരത്തിന്റെ 3 ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. 1 രൂപം, 2 വാചകം, 3 മനസ്സ്. ശുചീകരണം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള രൂപം നന്നാക്കണം. കുറഞ്ഞ വെള്ളം കൊണ്ട് സമ്പൂർണമായി ശുചീകരിക്കണം. കാക്കക്കുളിയാകാനും പാടില്ല, വസ്വാസിന്റെ കളിയാകാനും പാടില്ല. ചിലർ വുളൂ ചെയ്യും, കയ്യിന്റെ മുട്ടിനോട് ചേർന്ന ഭാഗം, ചെവിയോട് ചേർന്ന മുഖത്തിന്റെ ഭാഗം, മൂക്കിനോട് ചേർന്ന കണ്ണിന്റെ ഭാഗം, മൂക്കിന്റെ അടിഭാഗം, ഇതെല്ലാം വെപ്രാളത്തിൽ വിട്ടുപോകാറുണ്ട്. ചിലർക്ക് തല തടകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു രോമം മുടി താഴത്തേക്കെടുത്ത് അതിനെ ചെറുതായി തടകി വിടും. കാലിന്റെ മടമ്പങ്കാല് സ്പീഡിൽ പലപ്പോഴും കഴുകുമ്പോൾ പൂർണ്ണമായി കഴുകാറില്ല. ആദരവായ റസൂലുള്ളാഹി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, വുളൂ ചെയ്യുന്നു പക്ഷെ മര്യാദയ്ക്ക് വുളൂ ചെയ്യുന്നില്ല, അങ്ങനെയുള്ളവരെ പറ്റി പറഞ്ഞു, അത്തരം കാലുകൾ നരകത്തിലേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ട് വുളൂ കാക്കക്കുളിയാകാനും പാടില്ല, വസ്വാസ് കളിയാകാനും പാടില്ല. ചിലർ 10 ലിറ്റർ വെള്ളം കൊണ്ടാണ് വുളൂ ചെയ്യുന്നത്. ബാത്റൂമിൽ കയറിയതേ പൈപ്പ് തുറന്നു വെക്കും, ഇറങ്ങുന്നത് ഭാഗ്യം, അതുവരെയും പൈപ്പിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വെള്ളം ആവശ്യത്തിനുണ്ടല്ലോ എന്നാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒഴുകുന്ന പുഴയിലായിരുന്നാലും വെള്ളം പാഴാക്കാൻ പാടില്ല. 1 ഗ്ലാസ് വെള്ളം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്തിരുന്നത്. നമുക്ക് വാ കഴുകാൻ പോലും പറ്റത്തില്ല. 1 ബക്കറ്റ് വെള്ളം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണമായി കുളിച്ചിരുന്നത്. അതുകൊണ്ട് വുളൂ നന്നാക്കണം. പിന്നീട് നമസ്കാരത്തിന്റെ നൃത്തം, ഇരുത്തം, റുകൂഅ്, സുജൂദ്, നമസ്കാരത്തിന്റെ രൂപമെല്ലാം നന്നാക്കണം. ഖിബലയ്ക്ക് അഭിമുഖമായി നമസ്കരിക്കണം. പ്രത്യേകിച്ചും വീടുകൾ ഇന്ന് ഖിബലയൊന്നും നോക്കാൻ പറ്റാറില്ല. പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്ന് സ്ഥലത്തിന്റെ കുറവ് കൊണ്ട് വീടുകൾ എങ്ങനെയെങ്കിലും വെക്കും. പക്ഷേ ഖിബല പല മോഡലാണ്. ഉമ്മ വലത്തോട്ട്, മോള് ഇടത്തോട്ട്, ഉമ്മുമ്മ ആകാശത്തോട്ട്, ഇങ്ങനെ ഓരോരുത്തരും ഓരോ മോഡലിൽ നിന്നാണ് നമസ്കരിക്കുന്നത്. ഖിബല ശരിയാക്കണം. എല്ലാ മുറികളിലും സാധിച്ചാൽ ഖിബലയുടെ മാർക്ക് ചെയ്യണം. അമുസ്ലിം ഹോട്ടലുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഖിബല ഇങ്ങോട്ടാണ്, നിങ്ങൾ ഇങ്ങോട്ട് നമസ്കരിക്കും. നമസ്കാരത്തിന്റെ നൃത്തം ശരിയാക്കണം. നല്ല വസ്ത്രം ധരിക്കണം. നല്ല നമസ്കാരപ്പാ വേണം. അതുപോലെ തന്നെ റുകൂഅ് നന്നായിട്ട് വളഞ്ഞ് തലയും മുതുകും നേരെയാക്കി റുകൂഅ് ചെയ്യണം. സുജൂദ് വളരെ താഴ്ന്ന് ചെയ്യണം. പുരുഷന്മാര് അല്പം വിടർത്തിയും സ്ത്രീകൾ വളരെ ഒതുങ്ങിയും പതുങ്ങിയും സുജൂദ് ചെയ്യണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ കയ്യിന്റെ വിരൽ അത്തഹിയ്യാത്തിൽ ഉയർത്തണം. കാലിന്റെ വിരൽ അത് ഖിബലയിലേക്ക് തിരിച്ചു വെക്കണം. ഇതെല്ലാം ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ്. അതുപോലെ രണ്ടാമതായി നമസ്കാരത്തിന്റെ പാരായണം നന്നാക്കണം. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയത് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള പാരായണങ്ങൾ വജ്ഹത്തു ശരിയാക്കണം. സൂറത്തുൽ ഫാത്തിഹ വളരെ പ്രാധാന്യത്തോടെ ശരിയാക്കണം. പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും സൂറത്ത് ഓതണം. എല്ലാവർക്കും ഖുൽയായുൽ കാഫിറൂനയോടും ഖുൽ ഹുവല്ലാഹയോടും ഭയങ്കര സ്നേഹമാണ്. ഇന്ന് സുബഹിക്ക് സുന്നത്ത് എന്തോതി നിസ്കരിച്ചത് ഖുൽയായുൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹ്. സുബഹിയോ അത് തന്നെ, ദുഹറിന് മുമ്പോ അത് തന്നെ, ദുഹർ നിസ്കാരത്തിൽ അത് തന്നെ, അസറങ്ങ് നിസ്കരിക്കാൻ പോകുന്നു ഖുൽ ഹുവല്ലാഹ്. ഭയങ്കര സ്നേഹമാണ്. പക്ഷെ മറ്റു സൂറത്തുകളും പറയുന്നു ഐ ലവ് യു, എന്നെയും കൂടി സ്നേഹിക്കും, എന്നെയും കൂടി ദയവ് ചെയ്ത് സ്നേഹിക്കും. നിങ്ങളുടെ ആ പരിശുദ്ധമായ ചുണ്ടുകൊണ്ട് പാവപ്പെട്ട എന്നെയും കൂടി ഒന്ന് പാരായണം ചെയ്യും. ഖുർആൻ അധികമായി ഓതണം, മനനം ചെയ്യണം. നിങ്ങൾക്കറിയില്ലേ സൂറത്ത് യാസീൻ, നിങ്ങൾക്കറിയാമല്ലോ വാഖിഅ, നിങ്ങൾ പഠിച്ച് പാരായണം ചെയ്യണം. പരിശുദ്ധ ഖുർആൻ നമസ്കാരത്തിൽ അധികമായി ഓതണം.
വെള്ളിയാഴ്ച സുബഹിക്ക് അലിഫ് ലാം മീം സജദയും സൂറത്ത് ദഹറും പാരായണം ചെയ്യണം. തഹജ്ജുദ് നമസ്കാരങ്ങളിൽ പരിശുദ്ധ ഖുർആൻ നീട്ടി ഓതണം. പരിശുദ്ധ ഖുർആൻ അധികമായി പാരായണം ചെയ്യണം. പിന്നെ റുക്കൂഇൽ പോയി റുക്കൂഇന്റെ ദിക്ർ ചൊല്ലണം. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇഅ്തിദാലിലേക്ക് വന്ന് അച്ചടക്കത്തോടുകൂടി നിന്ന് റബ്ബനാ ലകൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽഅർദി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി അടയ്ക്കുള്ള ഇരുത്തത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന റബ്ബിഗ്ഫിർലി വർഹംനി വജുബ്ർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ പടച്ചവരോട് ചോദിക്കുന്നു. ഞാൻ മന്ത്രിയെ പോയി കണ്ടു, ഒന്നും ചോദിച്ചാൽ എത്ര വലിയ നഷ്ടപാളിയാണ്. മോളെ അതിനേക്കാളും നഷ്ടമാണ് പടച്ചവന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് അങ്ങേയറ്റം അടുത്തതിന് ശേഷം നീ ഇത് ചോദിക്കാതിരിക്കൽ. റബ്ബിഗ്ഫിർലി രക്ഷിതാവേ എനിക്ക് പുറത്തു തരേണമേ, വർഹംനി എന്നോട് നീ കരുണ കാട്ടേണമേ, വജുബർനി എന്റെ കുറവുകൾ നീ പരിഹരിക്കണമേ, വർഫഅനി എന്നെ നീ ഇരുലോകത്തും ഉയർത്തേണമേ, വർസുഖ്നി എനിക്ക് ആവശ്യമായതെല്ലാം തരേണമേ, വഹ്ദിനി എന്നെ നീ സന്മാർഗത്തിലൂടെ നയിക്കണമേ, വആഫിനി നീ എനിക്ക് മനസ്സിനും ശരീരത്തിനും സൗഖ്യം തരണേ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ദുആയാണ്. എന്തെങ്കിലും ഇതിൽ കൂട്ടാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? പക്ഷെ നമ്മൾ എത്ര പേര് ചെല്ലുന്നുണ്ട്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, എന്തൊരു തിരക്കാം, എന്തോ ഒരു വെപ്രാളമാണ്. മന്ത്രിയുടെ അരികിൽ നിന്നും പോലീസ് പിടിച്ചു മാറ്റുന്നു, അപ്പോഴും ആളുകൾ പോകാൻ തയ്യാറാകുന്നില്ല. പടച്ചവന്റെ ദർബാറിൽ പടച്ചവനുമായ വളരെ അടുത്ത് നമുക്ക് എന്തൊരു വെപ്രാളമാണ്. ഖുനൂത്ത് പഠിക്കണം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത്. എന്റെ കൂട്ടത്തിൽ അത് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅ്തൈത് വഖിനി ശർറ മാ ഖദൈത് فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت ولك الحمد على ما قضيت نستغفرك ونتوب إليك. اللهم صل على سيدنا محمد وعلى آله وأصحابه وبارك وسلم. ഹനഫിയാണെങ്കിൽ ബിത്തറിന്റെ ഖുനൂത്തിൽ അല്ലാഹുമ്മ ഇന്നി അസ്തഈനുക വഅസ്തഗ്ഫിറുക വഅസ്തഹ്ദീക വനുഅ്മിനു ബിക വനതവക്കലു അലൈക വനുസ്നി അലൈകൽ ഖൈറ കുല്ലഹു നഷ്കുറുക വലാ നക്ഫുറുക വനഖ്ലഉ വനത്റുകു മൻ യഫ്ജുറുക. അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദു വലക നുസല്ലി വനസ്ജുദു വഇലൈക നസ്ആ വനഹ്ഫിദ് നർജു റഹ്മതക വനഖ്ശാ അദാബക ഇന്ന അദാബകൽ ജിദ്ദ ബിൽ കുഫാരി മുൽഹിഖ്. അർത്ഥം പഠിക്കും, ഭയങ്കര അർത്ഥമാണ്. അത്തഹിയാത്ത് മുഴുവൻ നമസ്കാരത്തിന്റെയും സത്ത. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. എന്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാ തരത്തിലുള്ള ആരാധനകളും പടച്ചവനെ നിനക്ക് മാത്രം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്രവാചകരെ, അങ്ങയുടെ മേൽ പടച്ചവന്റെ സ്വലാത്ത് സലാമുകളും കാരുണ്യ സ്നേഹങ്ങളും എന്നുമെന്നും വർഷിക്കട്ടെ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഞങ്ങളുടെ മേലും പടച്ചവന്റെ എല്ലാ നല്ല ദാസന്മാരുടെ മേലും പടച്ചവന്റെ രക്ഷയും ശാന്തിയും സമാധാനവും വർഷിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. ഇന്ന് അൽഹംദുലില്ലാഹ് ഹദീസ് പഠിച്ചിട്ടാണ് വരുന്നത്. ആരെങ്കിലും ഇപ്രകാരം ചൊല്ലിയാൽ ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യരിലും ആകാശത്തുള്ള മലക്കുകളിലും ഖബറുകളിലുള്ള മയ്യിത്തുകളിലും മുഴുവൻ നല്ലവരിലും പടച്ചവന്റെ അനുഗ്രഹം വർഷിക്കുന്നതാണ്.
أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഏറ്റവും വലിയ സലാത്ത്. പിന്നെ ദുആ, اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن فتنة المحيا والممات اللهم إني أعوذ بك من عذاب القبر ومن عذاب القبر وعذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. എന്നിട്ട് സലാം പറയും. ശേഷം കുറച്ച് ദിക്റും ദുആയും ചെയ്യൽ. സുന്നത്ത് നമസ്കരിക്കൽ. ഫർദ് നമസ്കാരത്തിന്റെ കുറവുകൾ സുന്നത്ത് നമസ്കാരത്തിന് പരിഹരിക്കപ്പെടും. നമസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കി, ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി. അള്ളാഹു എല്ലാവരുടെയും കല്യാണം എളുപ്പമാക്കുമാറാകട്ടെ. അനുവദനീയമായ നല്ല വേഷം ധരിച്ചുകൊള്ളിൽ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നമസ്കാരത്തിന് സമയമായാൽ അന്തസ്സായിട്ട് നമസ്കരിക്കൽ, എല്ലാവരുടെ മുമ്പിലും നമസ്കരിക്കൽ. പടോറും മറ്റേതോ എല്ലാം അടിച്ചു കയറ്റിയെന്ന് വിചാരിച്ച് ഒതു ചെയ്യാതിരിക്കരുത്, ഒതു ചെയ്യൽ. എന്നിട്ട് നമസ്കാര കുപ്പായം ധരിക്കൽ, പടച്ചവന് മുമ്പിൽ കൈകെട്ട്. മോളെ, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പടച്ചവനെ തൃപ്തിപ്പെടുത്താതെ പ്രവേശിച്ചാൽ ഇതിനെന്ത് ഐശ്വര്യം കിട്ടും എന്നല്ല. ആദ്യം നമസ്കാരത്തിന് ഏർപ്പാട് ചെയ്യൽ. വരുന്ന എല്ലാവരും നമസ്കരിക്കട്ടെ. ഓരോ വീടുകളിലും ആഹാരം കഴിക്കാൻ 10 പ്ലേറ്റ്, ചായ കുടിക്കാൻ വേണ്ടി 20 ഗ്ലാസ്, നമസ്കരിക്കാനോ 40 പേർക്ക് ഒരു നമസ്കാര കുപ്പായം. അത് മിക്കവാറും ഉപ്പപ്പാട് ഉമ്മമാട് നമസ്കാര കുപ്പായവും നമസ്കാരത്തിന് വിരിയും. അത് തുറന്നാൽ അഴുക്ക്, എന്തൊരു മണമാണെന്നറിയാമോ? എന്നിട്ട് ആളുകൾ ക്യൂ നിൽക്കും. അവസാനം അഴുക്ക് ഉടുപ്പിട്ട് നിസ്കരിക്കും. പള്ളികളിലുണ്ട് അഴുക്ക് തൊപ്പിയിട്ട് നിസ്കരിക്കും. ഭക്തി എന്ന വിചാരം. ഭക്തിയല്ല, അലബലാരിത്തരമാണിത്. പള്ളിയിൽ ഒരുമാതിരി പിണ്ണാക്ക് തൊപ്പിയിട്ട ആൾക്കാർ വന്നിരിക്കും. പഴയ തൊപ്പി, പാള കൊണ്ടുള്ളതായ തൊപ്പി. ആ തൊപ്പിയിട്ടുകൊണ്ട് ഏതെങ്കിലും മന്ത്രിയുടെ മുമ്പിൽ പോകുമോ? അതേ വടിയെടുത്ത് അടിച്ച് ഓടിക്കുമല്ലോ, ഇറങ്ങട പുറത്തെന്ന് പറയും. ഇത് പടച്ചവന്റെ മുന്നിൽ ഒരു അഴുക്ക് തൊപ്പിയും. പെണ്ണുങ്ങളാകട്ടെ ഒരിക്കലും കഴുകാത്ത സൈസ് എന്താണ് നമസ്കാര കുപ്പായിട്ട് ഭയങ്കര ഭക്തി വേണ്ട. യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. ഹേ മനുഷ്യ, എല്ലാ നമസ്കാരത്തിന്റെ സമയത്തും നല്ല അലങ്കാരത്തോടെ നമസ്കരിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു. പടച്ചവന്റെ മുന്നിൽ അത്ര പുരട്ടി നല്ല വസ്ത്രം, കുറെ നമസ്കാര കുപ്പായം മേടിച്ചു വയ്ക്കുന്നു. അള്ളാഹു ഞങ്ങളുടെ മാമിയെ ഉമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കൊല്ലം മുഹമ്മദ് ഹാജിയാരുടെ ഭാര്യ തങ്ങളുഞ്ഞി മുസ്ലിയാരുടെ മകൾ, അവരുടെ കയ്യിൽ എപ്പോഴും കുറെ തസ്ബീഹ് കാണും, കുറെ നമസ്കാര കുപ്പായം കാണും. അവരാളുകൾക്ക് അത് വിതരണം ചെയ്യും. അവരെ വീട്ടിൽ വരുന്നവർക്ക് ഒന്നാം തരം ചായ, നല്ല ആഹാരം കൂട്ടത്തിൽ. മോളെ, തസ്ബീഹ് കയ്യിരിക്കട്ടെ, ഇത് ഈ നിസ്കാര കുപ്പായം കയ്യിലിരിക്കട്ടെ. ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം നമ്മളെ കയ്യിൽ. ഇപ്പൊ നിങ്ങൾ കുട്ടികളാണ്, നാളെ തന്നെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ് 40 നിസ്കാര കുപ്പായം മേടിക്കേണ്ട. ഇപ്പൊ നിങ്ങൾ മറ്റുള്ളവരുടെ നമസ്കാര കുപ്പായങ്ങൾ ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് ഉപയോഗിച്ച് ശീലിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു പൈസ തരുമാറാകട്ടെ. അതിനിതൊക്കെ മേടിക്കും. നമസ്കാര കുപ്പായം, മുസല്ല ആളുകൾക്ക് കൊടുക്കും. ഇത് വീട്ടിൽ വിരിക്കൽ, മുസല്ല വിരിച്ച് നിസ്കരിക്കൽ. നിസ്കാര കുപ്പായം കൊടുക്കൽ, തഅലീമിന്റെ കിതാബ് കൊടുക്കൽ, ദീനിയ രചനകൾ കൊടുക്കൽ, ആഹാരവും കൊടുക്കൽ, അതുപോലെ മനസ്സിന്റെ ആഹാരവും കൊടുക്കൽ. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. അല്ലയോ മനുഷ്യ, നാം നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു നല്ല അലങ്കാരത്തിൽ നടക്കാൻ. എന്നാൽ മനസ്സിലാക്കണം, ഭയഭക്തിയുടെ വസ്ത്രമാണ് ഏറ്റവും ഉത്തമമായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല വേഷത്തിൽ നമസ്കരിക്കുന്നു.
നല്ല വധുവോടുകൂടി. പക്ഷെ നേരത്തെ പറഞ്ഞതൊരു വസ്വാസം പാടില്ല കേട്ടോ. ആ കാര്യം കൂടി ശക്തമായിട്ട് ഉത്ബോധിപ്പിക്കുകയാണ്. വസ്വാസം പാടില്ല. ബാത്റൂമിൽ കയറിയിട്ട് ഇറങ്ങത്തേയില്ല. അവിടെ കയറി എഴുത്തിക്കാഫിരിക്കുകയാണ്. കുളിക്കാൻ 3 മണിക്കൂർ. എന്തിന്റെ രോഗം? നിങ്ങളെന്ത് കാണിച്ചോണ്ടിരിക്കുക? അവിടെ ഓരോ പല്ലെടുത്ത് തേച്ചോണ്ടിരിക്കുന്നു. അത് വേണ്ട. മൂക്കിന്റെ ഉള്ളിൽ തലയിലോട്ട് കയറിയിരിക്കുന്നതായ സാധനം പോലും വലിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നേ അടങ്ങുമെന്ന് പറഞ്ഞ് ബഹളം. അതും വേണ്ട. വസ്വാസം പാടില്ല. ഉസ്താദ് പറയാറുണ്ട്, കാക്കക്കുളി ഇതും ദീനിലില്ല, വസ്വാസ് കളി ഇതും ദീനിലില്ല, മുഹമ്മദി ശുദ്ധി ഇത് ദീനിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, വെള്ളത്തിൽ അധികമായി കളിക്കുന്നവനെ വലഹാൻ പിശാച് പിടികൂടുന്നതാണ്. പറ്റിയ പേരാ, വലഹാൻ പിശാച് പിടികൂടുന്നതാണ്. എപ്പോഴും ഇങ്ങനെ കാർക്കിച്ചു തുപ്പിക്കൊണ്ടിരിക്കും. സ്ഥാപനം മുഴുവൻ തുപ്പിത്തുപ്പി ഒരു കോലവാക്കും. എപ്പോഴും മൂക്കിന്റെ ഉള്ളിൽ എന്തോ ഫുട്ബോൾ ഉള്ളതുപോലെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഒന്നുമില്ല, വെറുതെ ആവശ്യമില്ലാത്ത വസ്വാസ്. പാത്രം കഴുകിയിട്ട് തീരത്തെയില്ല, അവസാനം വിരൽ അറ്റുപോയി അപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുക. പടച്ചവൻ കൽപ്പിച്ചിരിക്കുന്ന വൃത്തിപതി, അപ്പുറം പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതാണ് നമസ്കാരം. നമസ്കാരത്തിന്റെ മരണം വരെയും നമസ്കരിക്കാൻ തയ്യാറാണോ എല്ലാവരും? മരണം വരെയും വീട്ടിൽ വെച്ച് നമസ്കരിക്കണം, ഉറക്കോത് നമസ്കരിക്കണം. 2, നമസ്കാരം യഥാസമയത്ത് നമസ്കരിക്കണം. 3, ആ നമസ്കാരത്തിന്റെ രൂപം പാരായണം ശരിയാക്കണം. 3-മത്തെ വിട്ടുപോയി. 3 നമസ്കാരത്തിൽ മനസ്സിന്റെ അവസ്ഥ നന്നാക്കണം. എന്താണ് മനസ്സിന്റെ അവസ്ഥ നന്നാക്കണം? 2 കാര്യങ്ങൾ. 1, സുജൂദിന്റെ സ്ഥാനത്തോട്ട് നോക്കണം. വാച്ചിലേക്ക്, മറ്റുള്ളവരുടെ തുണിയിലേക്ക്, കിതാബുകളിലോട്ട് നോക്കരുത്. സുജൂദിന്റെ സ്ഥാനത്ത് നോക്കണം. 2, ഓതുന്നത് ഇന്ന കാര്യമാണെന്ന് ഓർക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനിപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാനിപ്പോ ഇതാ ഓതുന്നത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. ഞാനിപ്പോ അത്തഹിയ്യാത്തുമാണ്, അൽ മുബാറകാത്താണ്, അസ്സലവാത്താണ്. ഓതുന്ന ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ നമസ്കാരം നമസ്കാരമാകും. ഇത് ചിറകടിച്ചുയരും ഈ നമസ്കാരം പടച്ചവന്റെ അരികിലേക്ക്. ആ നമസ്കാരം പ്രാർത്ഥിക്കും, പടച്ചവനെ, ഈ മോള്, ഈ മോൻ എന്നെ ഇത്രമാത്രം നന്നാക്കി, നീ അവളെ കാത്തുരക്ഷിക്കണമേ പടച്ചവനെ. ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ആ നമസ്കാരത്തെ പടച്ചവൻ സ്വീകരിക്കും. ഈ ലോകത്തും അനുഗ്രഹമുണ്ടാകും, നാളെ പരലോകത്തിലും അനുഗ്രഹമുണ്ടാകും. എന്നാൽ ഈ പറയപ്പെട്ട കാര്യം ആരെങ്കിലും 1 നിസ്കരിച്ചതേയില്ല, 2 നിസ്കരിച്ചു, എങ്ങനെയെങ്കിലും നിസ്കരിച്ചു, എന്തെങ്കിലും എന്തെങ്കിലും മോദൽ എന്തോ കാണിക്കുന്നു. ആ നമസ്കാരം കുറച്ച് മുകളിലേക്ക് പോകും. പടച്ചവൻ പറയും, വേണ്ട എനിക്ക്, വേണ്ട എനിക്ക്. ചീഞ്ഞ ആഹാരം അവൾക്ക് വേണ്ട, എനിക്ക് തരുന്നു. അഴുക്ക് സാധനം അവന് വേണ്ട, എനിക്ക് തരുന്നു. എടുത്തോണ്ട് പോയി വിടുന്നു. ആ നമസ്കാരത്തെ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. ആ നമസ്കാരം പ്രാകുമത്രേ. എന്നെ പാഴാക്കിയതുപോലെ പടച്ചവൻ നിന്നെയും പാഴാക്കട്ടെ. നീ ഉടുപ്പ് നന്നാക്കുന്നു, നിന്റെ സ്ഥാപനം നന്നാക്കുന്നു, നിന്റെ മുറി നന്നാക്കുന്നു, നിന്റെ കിടക്ക നന്നാക്കുന്നു, നിന്റെ ഖബറാകുന്ന നമസ്കാരം മാത്രം നന്നാക്കിയില്ല എന്ന് പറഞ്ഞ് ആ നമസ്കാരം അവനെ പ്രാകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം എല്ലാവരും നിയ്യത്ത് ഒന്ന് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും നമസ്കരിക്കും. നല്ല നിലയിൽ നമസ്കരിക്കും. കഴിവിന്റെ പരമാവധി നന്നായി നമസ്കരിക്കും. 2, അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമസ്കാരത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കണം. നമ്മുടെ വീട്ടിലുള്ള വാപ്പായെ, ഉമ്മായെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അയൽവാസികളെ, നമ്മുടെ അരികിലേക്ക് വരുന്നവരെ, നമ്മൾ ഏതെങ്കിലും വീട്ടിലേക്ക് പോയാൽ അവരെ നമസ്കാരത്തിന് പ്രേരിപ്പിക്കണം. അതിനുപരി വഴക്കൊന്നും ഉണ്ടാക്കേണ്ടതില്ല. പാപ്പ മര്യാദയ്ക്ക് ഇന്ന് പോലും നിസ്കരിച്ചോണം. ഒരു പൈജാമ അടിച്ചു കയറ്റണം, ഒരു ചുപ്പായും തള്ളിയിടണം. ഉമ്മ കളവിയായില്ല, ചാകാൻ പോവാണ്, എന്താ നിസ്കരിക്കാത്തത്? ഇങ്ങനെയൊന്നുമല്ല, മറിച്ച് സ്നേഹത്തോടെ, ബഹുമാനത്തോടെ നമസ്കാരത്തെ പറ്റി മറ്റുള്ളവരോട് പറയും. നിങ്ങൾക്ക് ഫോൺ ചെയ്യുന്ന സമ്പ്രദായം നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം വ്യാപകമാണ്. പക്ഷേ ഇസ്ലാമിക സംസ്കാരം ഫോണിനേക്കാൾ കൂടുതലായി കത്തെഴുതലാണ്. നിങ്ങൾ കത്തെഴുതിയ ആളുകൾക്ക് ദീനിന്റെ കാര്യങ്ങൾ ആ കത്തുകളിൽ വയ്ക്കുന്നു. വാപ്പ നമസ്കരിക്കണം, ഉമ്മ നമസ്കരിക്കണം, സഹോദരങ്ങളെ നമസ്കരിക്കണം, മോളെ നീ നിസ്കരിക്കണം, ആൾക്കാരോട് പറയണം. എന്നിട്ട് വീട്ടിൽ പോയി നമസ്കരിച്ച് കാണിക്കണം. നമ്മൾ ഈ ബനാത്തിന് പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ?
ധാരാളം ആൾക്കാർ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ലോകം മുഴുവനും ബനാത്തുണ്ടായിക്കൊണ്ട് നടക്കുക. ധാരാളം ആൾക്കാർ വിമർശിക്കുന്നുണ്ട്. പക്ഷേ വിമർശനത്തെ ഞങ്ങൾ വകവെക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നമസ്കാരത്തിന്റെ ഗുണമുണ്ട്. അവർ കാരണം അവരുടെ വീടുകളിൽ നമസ്കാരക്കാരായി. ബനാത്തിലൊരു പെൺകുട്ടിയെ ഒരു വാപ്പ കൊണ്ടുവന്നാക്കി, മദ്യപാനിയാണ് ആ മനുഷ്യൻ, നമസ്കാരമില്ല. ആ പെൺകുട്ടി അവധിക്ക് വീട്ടിൽ പോയി. എന്നിട്ട് തഹജ്ജുദ് നമസ്കരിച്ച് അല്ലാഹുവോട് കരഞ്ഞു ദുആ ചെയ്തു. അന്ന് സുബഹിക്ക് നമസ്കാരം ആരംഭിച്ച മനുഷ്യൻ മരണം വരെ ഈ നമസ്കാരം മുടക്കിയിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിയ്യത്ത് ചെയ്യും. ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് നമ്മൾ നമസ്കാരത്തിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം. സ്നേഹത്തിൽ, ബഹുമാനത്തിൽ, ആരുമായും വഴക്കില്ല, ആരുമായും പിണക്കമില്ല. സ്നേഹത്തിൽ നമസ്കാരത്തിന് വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ നമസ്കാരം നന്നാക്കാൻ വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്യും, രക്ഷിതാവേ എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നേരെ ചൊവ്വെ നിലനിർത്തുന്നവരാക്കണമേ, നീ എന്റെ ദുആ സ്വീകരിക്കണമേ. وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ. നാം അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കുന്നു. മുത്തഖീങ്ങൾ, ഭയഭക്തരായ ആളുകൾ, അവരുടെ മൂന്നാമത്തെ അടയാളമാണിത്. 1 സത്യവിശ്വാസം, 2 നമസ്കാരം, 3 ദാനധർമ്മം. ദാനധർമ്മം എന്നതിന് യതസദ്ദഖൂൻ എന്ന് ചുരുങ്ങിയ വാക്കുള്ളതാണ്. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ ദാനധർമ്മത്തെ പറ്റി പറഞ്ഞപ്പോഴും നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരു നീണ്ട വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മിക്കവാറും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും. ആയത്തുൽ കുർസിക്ക് തൊട്ടുമുമ്പുള്ള ആയത്ത്, അല്ലയോ സത്യവിശ്വാസികളെ, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും ചെലവഴിക്കും. 4-ാമത്തെ ജുസ് തുടങ്ങുന്നത് തന്നെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുന്നത് വരെയും നിങ്ങൾ പുണ്യം പ്രാപിച്ചവരാകുന്നതല്ല. ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ദാനധർമ്മത്തെ പറ്റി പറയുന്നത് വമിമ്മാ റസഖ്നാഹും, നാം നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നു എന്നാണ്. ഇതിന് 2 ഉദ്ദേശമാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ദാനധർമ്മം എന്ന് കേട്ടാൽ നമ്മൾ ഉടനെ സമ്പന്നരായ ആളുകളെ പറ്റിയാണ് പറയുന്നതെന്ന് വിചാരിക്കും. സമ്പന്നരാകട്ടെ, അത് ലോകത്തുള്ള ഏറ്റവും വലിയ പണക്കാരനെ പറ്റിയാണെന്ന് പറഞ്ഞ് അവരും ഒഴിവാകും. നമ്മൾ പറയും നമുക്ക് വലിയ സമ്പത്തൊന്നുമില്ല, സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അധ്യാപകന്മാരാണ്. വലിയ പണക്കാര് പറയും എനിക്ക് ഒരു 10 ലോറിയും 5 ബസ്സും ഒരു 10 ഏക്കർ സ്ഥലവും മാത്രമേ ഉള്ളൂ, ഞാനെങ്ങനെ ദാനം ചെയ്യാനാണ്? അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റിയാണ് ഈ പറയുന്നത്. ലോകം മുഴുവനും മടക്കിവാണ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പറ്റി, അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റിയൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവരും ഒഴിവാക്കും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു, ദാനധർമ്മം എന്ന് പറയുന്നത് പണക്കാരുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല. നാം നൽകിയതിൽ നിന്നും, അള്ളാഹു നൽകിയ സമ്പത്ത്, അള്ളാഹു നൽകിയ ആരോഗ്യം, അള്ളാഹു നൽകിയ നാവ്, അള്ളാഹു നൽകിയ കയ്യ്, അള്ളാഹു നൽകിയ കാത്, അതിലെല്ലാം ഉപരി അള്ളാഹു നൽകിയ ജീവിതം, ഇത് മുഴുവനും ദാനധർമ്മമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വമിമ്മാ റസഖ്നാഹും എന്ന് പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ കാര്യം, അള്ളാഹു തആല അത് മുഴുവനും ചെലവഴിക്കാൻ പറയുന്നില്ല, അതിൽ നിന്നും ഒരു ഭാഗം ചെലവഴിക്കാനാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ എത്ര വലിയ കാരുണ്യം! അള്ളാഹു നൽകിയ സമ്പത്താണ് മുഴുവനും ചെലവഴിക്കാനാണ് പറയേണ്ടിയിരുന്നത്, മുഴുവനും ദാനം കൊടുക്കാനാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അള്ളാഹു തആല പറയുന്നു അതിന്റെ ഒരു ഭാഗം നിങ്ങൾ ദാനം ചെയ്യൻ. നിങ്ങളുടെ സമ്പത്തിന്റെ
ഒരു ഭാഗം നിങ്ങൾ ദാനം ചെയ്യാൻ, ബാക്കിയുള്ളത് പടച്ചവന്റെ നിങ്ങളുടെ സമ്പത്തിന്റെ, ആരോഗ്യത്തിന്റെ, സംസാരത്തിന്റെ, രാത്രിയുടെ, പകലിന്റെ ഒരു ഭാഗം നിങ്ങൾ ദാനധർമ്മത്തിനായി ചെലവഴിക്കിൻ. ബാക്കിയുള്ളത് പടച്ചവന്റെ പൊരുത്തത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനായി നിങ്ങൾ ചെലവഴിക്കിൻ. എന്ത് വലിയ കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നു, ദാനധർമ്മം എന്നാൽ 5 ഭാഗമാണ്. ദാനധർമ്മം എത്ര ഭാഗം? 5 ഭാഗമാണ്. ഒന്നാമത്തെ ദാനം ആരെയും ഉപദ്രവിക്കാതിരിക്കലാണ് ഒന്നാമത്തെ ദാനം. മുസ്ലിം, അമുസ്ലിം, മനുഷ്യൻ, മൃഗം, ആകാശം, ഭൂമി ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കലാണ് ഒന്നാമത്തെ ദാനം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിന്റെ ഉപദ്രവത്തിൽ നിന്നും മറ്റുള്ളവരെ ഒഴിവാക്കുക, അത് നിനക്ക് ദാനമാണ്. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി ബിയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം എന്നാൽ മറ്റ് ജനങ്ങൾ അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷ പ്രാപിച്ചിരിക്കുന്നു. മുസ്ലിമിന്റെ അർത്ഥം തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാത്തവരെന്നാണ്. എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവുകയില്ല. ഇതാണ് ഒന്നാമത്തെ ദാനം. സുബ്ഹാനല്ലാഹ്. എന്നല്ല ഖുർആനിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ദാനം ചെയ്യാതെ വേറെ എന്ത് ദാനം ചെയ്താലും ആ ദാനം ബലഹീനമായി പോകും. ഞാൻ നിങ്ങളെ കുറെ ചീത്ത വിളിക്കുന്നുണ്ട്, കൂട്ടത്തിൽ കൂടെ ഐസ്ക്രീം തരുന്നുമുണ്ട്. ഖുർആൻ പറയുന്നു അതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ നിങ്ങളുടെ ധാരാളം സാധനം മോഷ്ടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടയും എല്ലാം കൊണ്ട് തരും. അർത്ഥമില്ല. ഖൗലും മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. ചെയ്ത് ദ്രോഹിക്കുന്നതിനേക്കാളും നല്ലത് നല്ല വാചകം പറയലാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. എടുത്തു പറഞ്ഞുകൊണ്ടും ദ്രോഹിച്ചുകൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മത്തെ നിഷ്ഫലമാക്കരുത്. ഖുർആൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തെ ദാനത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ആരെയും ദ്രോഹിക്കാതിരിക്കലാണ്. ഇന്ന് മതത്തിന്റെ പേരിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു, സംഘടനയുടെ പേരിൽ ദ്രോഹിക്കുന്നു, വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ആക്ഷേപിക്കുന്നു. പലരും എന്തോ വലിയ ധർമ്മയുദ്ധമായിട്ടാണ് വിചാരിക്കുന്നത് മറ്റുള്ളവരെ ആക്ഷേപിക്കൽ, ദ്രോഹിക്കൽ. ഒരിക്കലുമില്ല. ഇതാണ് ഒന്നാമത്തെ ദാനം. അള്ളാഹു നമുക്ക് അനുഷ്ഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പോ ഒരു സംശയം വരും, നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കാൻ തയ്യാറാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വീഴ്ച വന്നു പോകുമല്ലോ, പെട്ടെന്ന് ദേഷ്യം വരും. പ്രത്യേകിച്ച് സ്ഥാപനത്തിൽ അറിയാതെ നമ്മൾ വഴക്കുണ്ടാക്കാൻ പാടില്ല, ഒട്ടും പാടില്ല. മോശം സ്വഭാവമാണ്. വഴക്കുണ്ടാക്കുന്നവർ ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ മര്യാദയ്ക്ക് നിന്ന് പോകുകയില്ല. അവസാന സ്ഥാപനം അവരെ തള്ളിക്കളയും. എപ്പോഴും വഴക്ക്, പൊന്നുവാപ്പ ഇയാളെക്കാളും നല്ലത് ഇയാൾ ഇല്ലാതിരിക്കലാണെന്ന് പറയും. ഇനി അവിചാരിതമായി വല്ല ദ്രോഹവും ഉണ്ടായി പോയി 2 കാര്യങ്ങൾ ചെയ്യണം. 1, തുറന്ന് സമ്മതിച്ച് മാപ്പ് ചോദിക്കണം. 2, കാരുണ്യവാനായ അള്ളാഹുവിനോട് ദുആ ഇരക്കണം. ആദരവായ റസൂലുള്ളാഹി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർക്കാലത്ത് തഹജ്ജുദ് നമസ്കാരത്തിന്റെ സമയത്ത് ചെയ്തിരുന്ന പ്രാർത്ഥന, അയ്യമാ മുഅ്മിനിൻ നാദൈതുഹു ഔ ശതംതുഹു ഔ ജലത്തുഹു ഔ ഹസത്തുഹു. അല്ലാഹുവേ, ഏതെങ്കിലും സഹോദരനെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, ശപിച്ചിട്ടുണ്ടെങ്കിൽ, അടിച്ചിട്ടുണ്ടെങ്കിൽ, നീ അതിനു പകരം അവന് ഉന്നതമായ പരലോക പ്രതിഫലം നൽകണമേ റഹ്മാനേ. ഇസ്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് ദുആ ചെയ്യണം. നമ്മളുടെ ശത്രുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ദ്രോഹിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണം. 2ാമത്തെ ദാനം മനസ്സുകൊണ്ടുള്ള ദാനമാണ്. 5 പൈസ പോലും ചെലവില്ലാത്ത മനസ്സുകൊണ്ട് ദാനം. നിങ്ങൾ കാഞ്ഞിപ്പുഴയിൽ ആയിഷ സിദ്ദീഖയിൽ ഇരിക്കുന്നു, ഒരു നല്ല മനസ്സുണ്ടാക്കിയെടുക്കുന്നു. ഓച്ചിറയും നന്നാകണം, കേരളവും നന്നാകണം, ഇന്ത്യ നന്നാകണം, അമേരിക്ക നന്നാകണം, ഫലസ്തീൻ നന്നാകണം, ലോകം മുഴുവനും നന്നാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നല്ല മനസ്സുണ്ടാക്കിയെടുക്കുന്നു. 5 പൈസ പോലും ചെലവില്ല. പക്ഷെ നമ്മൾ ചെയ്യാറുണ്ടോ?
എല്ലാവരും നശിക്കണമെന്നല്ല ചിന്ത. അത് മാറ്റിയിട്ട് മുഴുവൻ ആളുകളും നന്നാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കും. ദാനധർമ്മത്തിന്റെ കൂലി കിട്ടും. മൂന്നാമത്തെ ദാനം നാവ് കൊണ്ടുള്ള ദാനമാണ്. പൊന്നുമക്കളെ, അത് പരിശീലിക്കാനാണ് ഈ സ്ഥാപനം. നാവ് കൊണ്ട് ദാനം ചെയ്യൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കൻ, ഹദീസ് പറഞ്ഞു കൊടുക്കൻ, നല്ല രചനകൾ വായിച്ച ആളുകളെ കേൾപ്പിക്കൻ, നല്ല വാക്കുകൾ സംസാരിക്കൻ, വഴി പറഞ്ഞു കൊടുക്കൻ, സലാം പറയൻ. നിങ്ങളോട് ആരെങ്കിലും വഴി ചോദിച്ചു, മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കൻ, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കൻ. നമ്മുടെ ഉസ്താദ് പറയുകയുണ്ടായി, ഇന്ന് ഈ കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിക്കുന്നത് നമ്മൾ പലപ്പോഴും നിന്ദിക്കുന്ന അമുസ്ലിം സഹോദരങ്ങളാണ്. അമേരിക്കയിൽ ആരോടെങ്കിലും വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പേപ്പർ എടുക്കും, എന്നിട്ട് വരച്ച് കാണിക്കും. ദിസ് ഈസ് മദ്രസ ആയിഷ സിദ്ദീഖ, ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകണം, വലത്തോട്ട് പോകണം, വീണ്ടും വലത്തോട്ട് പോകണം, ഒരു ജംഗ്ഷൻ, അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് കുറെ പോകണം, മണപ്പള്ളി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ വരും, അവിടെ നിന്ന് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് കയറി വീണ്ടും വലത്തോട്ട് പോകണം, അരമത്ത് മഠം എന്നൊരു സ്ഥലമെത്തും, അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകണം. ഫുൾ എഴുതി വരച്ചു തരും. ഇസ്ലാം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യൻ, പ്രഭാഷണം നടത്തിൻ, പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കൻ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്നൊരു അപകർഷതാബോധമുണ്ട്. നമ്മൾ പ്രസംഗിക്കാൻ പാടില്ല, നമ്മൾ ഓതാൻ പാടില്ല. ഇല്ല, നിങ്ങൾ ഓതിൻ, മധുരമായിട്ട് ഓതിൻ. നമ്മുടെ സ്ഥാപനത്തിന് തൊട്ടടുത്തുള്ള സ്ഥാപനത്തിന് മുമ്പിൽ അല്ലാമ ഇഖ്ബാലിന്റെ കവിത എഴുതി വെച്ചിരിക്കുന്നു. വായിച്ചു നോക്കിയോ? അത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ഈ പാതിരാത്രിയിൽ ഒരു നല്ല പ്രഭാതത്തിന്റെ ഉദയം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഖുർആൻ ഓതുന്ന പെൺകുട്ടികളിലൂടെയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ അന്തം വിട്ടു. ആൺകുട്ടികൾ എന്ന് പറയുന്നില്ല ഇഖ്ബാൽ, പെൺകുട്ടികളിലൂടെയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമായി ഉമറുൽ ഫാറൂഖിന്റെ തുടക്കം സഹോദരി ഫാത്തിമ ബിന്ത് ഖത്താബിന്റെ ഖുർആൻ പാരായണമാണ്. നിങ്ങൾ എന്തിനേയും മടിക്കുന്ന ഖുർആൻ ഓതാൻ പറയുമ്പോഴത്തേക്കും കുടുങ്ങൂട് പറയുന്നില്ല, പാട്ട് പാടാൻ പറഞ്ഞ നിങ്ങൾ പാടൂല ഭയങ്കരമായിട്ട്. ഖുർആൻ സംഗീതാത്മകമായിട്ട് ഓതിൻ, രസകരമായിട്ട് ഓതിൻ, പ്രഭാഷണം നടത്തി പഠിക്കൻ. നിങ്ങൾ ചെറിയ ലേഖനങ്ങൾ തയ്യാറാക്കി ആളുകളെ വായിച്ച് കേൾപ്പിക്കൻ. ഞാൻ നിങ്ങൾക്ക് 100 പ്രസംഗം നടത്തി, പക്ഷെ നിങ്ങൾ പരസ്പരം നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ സ്ഥാനത്ത് വല്ലാഹി നിൽക്കത്തില്ല. ഞാൻ നിങ്ങളെ കാണുന്നില്ല. നിങ്ങൾ ചെറു തലയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായി, ചെറു കാര്യം ചൊറിഞ്ഞിരിക്കും. ചിലർ ഇവിടെ ഇരുന്നിട്ട് സുഖമായിട്ട് വേറെ ഡെൻമാർക്കിലായിരിക്കും അവരുടെ മനസ്സുള്ളത്, ചെറു കൂളായിട്ട് ഉറങ്ങുന്നുണ്ടായിരിക്കും. പക്ഷെ മുമ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ ആളുകളുടെ മുഖം നോക്കി, കണ്ണു നോക്കി, അതിന്റെ കയറ്റങ്ങളും ഇറക്കങ്ങളും നോക്കി നമുക്ക് സംസാരിക്കാൻ സാധിക്കും. മൂന്നാമത്തെ ദാനമാണ്. പൊന്നുമക്കളെ, നിങ്ങൾ പരിശീലിക്കണം. സ്ഥാപനത്തെ നിങ്ങൾ തമാശയായി കാണരുത്. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ കൊല്ലരുത്. നന്നായിട്ട് തയ്യാറെടുക്കണം. ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കണം. ഉസ്താദന്മാർ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടും. ബാക്കി വണ്ടി ഓടിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളാണ്, നിങ്ങളാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി മഹാത്മാക്കൾ മരിച്ചു. അവരുടെ പെൺമക്കൾ അവരുടെ വാഹനത്തെ സുഗമമായി മുമ്പോട്ട് നീക്കി. ഞങ്ങൾ പഠിപ്പിക്കുന്ന ബുഖാരി ഷരീഫ്, അതിന്റെ പ്രധാനപ്പെട്ട പ്രതി തയ്യാറാക്കിയത് കരീമ എന്ന് പറയുന്നൊരു മഹദിയാണ്. ലജ്ജ വരുന്നു, പെണ്ണുങ്ങൾക്ക് പരദൂഷണം പറയാൻ സാധിക്കുന്നു, അതുപോലെ അപരാധങ്ങൾ പറയുന്നു, തർക്കങ്ങൾ നടത്തുന്നു. അതേസമയം പരിശുദ്ധ ഖുർആൻ ഓതാനും അതിന്റെ ആശയം പറയാനും അറിയില്ല പോലും. താലീമിന്റെ കിതാബ് എടുത്ത് മധുരമായി നിങ്ങൾ പാരായണം ചെയ്യാൻ അതിന് കഴിയില്ല പോലും. എത്ര ലജ്ജാവഹം! അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാലാമത്തെ ദാനം ശരീരം കൊണ്ടുള്ള ദാനമാണ്. ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, മധ്യവയസ്കരെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഈ കയ്യും കാലും. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സൗഖ്യം നൽകുമാറാകട്ടെ. എന്നുവരെയും ഇതുണ്ട്, യാതൊരു ഉറപ്പുമില്ല. സേവനം ചെയ്യൻ. നിങ്ങൾ ഇത്ര ചെറുപ്പക്കാരിയാണ്. നിങ്ങളുടെ ഉമ്മ ജോലി ചെയ്ത് കുഴഞ്ഞു. എന്നിട്ട് നിങ്ങൾ വെക്കേഷനിൽ വീട്ടിൽ പോകുമ്പോൾ എത്ര പേരാണ് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇപ്പോഴും ഞാനും നിങ്ങൾ ചാരിക്കിടന്ന് അവരെ ഏതോ ഹോട്ടലിലെ ജോലിക്കാരിയാക്കി, മുട്ട വരട്ടെ, ചപ്പാത്തി വരട്ടെ, ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരിക്കും നല്ലത്, രാത്രി ഫ്രൈഡ് റൈസ് കിട്ടിയ വളരെ നന്നായിരിക്കും
ഇതിൽ ഉപ്പിച്ചിരി കൂടിപ്പോയി കുറഞ്ഞുപോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലല്ലേ ജോലി. നമ്മൾ ജോലി ചെയ്യൻ, സേവനം ചെയ്യൻ, കിടക്കുന്ന സ്ഥലം നമ്മൾ തന്നെ വൃത്തിയാക്കൻ, ബാത്റൂം നമ്മൾ തന്നെ വൃത്തിയാക്കൻ, നമ്മളുടെ വസ്ത്രം നമ്മൾ തന്നെ വൃത്തിയാക്കൻ. എന്റെ കൂട്ടത്തിൽ ഹജ്ജിന് കണ്ണു കാണാത്തൊരു സഹോദരൻ വന്നിരുന്നു, മരണപ്പെട്ടു പോയി, റാഷിദ് ഹാജി. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എന്റെ കൂട്ടത്തിലാണ് കിടന്നിരുന്നത്. പക്ഷെ കട്ടിൽ എത്ര പറഞ്ഞാലും കിടക്കുകയില്ല. എന്റെ കട്ടിലിന് അരികിലേക്ക് ചേർന്ന് അടിയിൽ കിടക്കും. 3 മണിക്ക് അദ്ദേഹം എഴുന്നേക്കും. ബാത്റൂം ഫുൾ കഴുകി വൃത്തിയാക്കി, കണ്ണു കാണാത്ത ആളായത്, ബാത്റൂം മുഴുവൻ കഴുകി വൃത്തിയാക്കി അദ്ദേഹം ബാത്റൂമുകളിൽ പോയി കുളിച്ച് നിസ്കരിക്കാമെന്ന് കൈകെട്ടി നീണ്ട നമസ്കാരം. ഇത് കണ്ട് ലജ്ജിച്ച് ഞാൻ എഴുന്നേക്കും. ബാത്റൂമിൽ പോകുമ്പോൾ ബാത്റൂം ഫുൾ ക്ലീനായി കിടക്കുന്നു, വളരെ ക്ലീനായി കിടക്കുന്നു. കണ്ണു കാണാത്ത മനുഷ്യൻ. എന്റെ വിഡ്ഢിത്തരം കൊണ്ട് ഒരിക്കൽ ഞാൻ പറയുകയുണ്ടായി, ഈ നിങ്ങൾ ലൈറ്റ് ഇടാതെ എന്തിനാ ബാത്റൂമിൽ കയറുന്നത്, ലൈറ്റ് ഇട്ടിട്ട് കയറിക്കൂടെ? അതേ ചിരിച്ചിട്ട് പറഞ്ഞു, ലൈറ്റ് ഇടലും ലൈറ്റ് ഇടാതിരിക്കലും എനിക്കെല്ലാം ഒന്നുപോലെ തന്നെയാണ്. ഞാൻ ഗുഹയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ ക്ലീനായിട്ട് ബാത്റൂം വൃത്തിയാക്കുമായിരുന്നു. അള്ളാഹു നൽകിയ ആരോഗ്യത്തെ വിലമതിക്കുന്നു. പടച്ചവൻ കൈ തന്നിരിക്കുന്നത് ജോലി ചെയ്യാനാണ്, കാല് തന്നിരിക്കുന്നത് നടക്കാനാണ്. ഇത് അടിക്കാനും പിടിക്കാനും ഉന്താനും വലിക്കാനുമുള്ളതല്ല. കൈ അടിക്കാനുള്ളതാണെങ്കിൽ കൈക്ക് പകരം അള്ളാഹു വാള് ഫിറ്റ് ചെയ്ത് തരുമായി, തോക്ക് ഫിറ്റ് ചെയ്ത് തരുമായിരുന്നു. അല്ലെങ്കിൽ തൂമ്പ അള്ളാഹു ഫിറ്റ് ചെയ്ത് തരുമായിരുന്നു കൈക്ക് പകരം. മനോഹരമായ കൈ നൽകി, 5 വിരലുകൾ നൽകി. നിന്റെ ഉമ്മായിക്ക് നീ സേവനം ചെയ്യും, നിന്റെ വാപ്പായിക്ക് നീ സേവനം ചെയ്യും, എല്ലാത്തിനുപരി നീ നിനക്ക് സേവനം ചെയ്യും. 5ാമത്തെ ദാനധർമ്മം അതാണ് സാമ്പത്തിക ദാനധർമ്മം. സമ്പത്ത് കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യൽ. ഇതും ധാരാളമുണ്ട്. അതിൽ 2 കാര്യങ്ങൾ പ്രത്യേകം പറയുന്നു. ഒന്ന്, അള്ളാഹു നൽകിയ സമ്പത്തിന്റെ 40-ൽ1 ഭാഗം 2.5% സക്കാത്തായി കൊടുക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സക്കാത്ത് അള്ളാഹു നൽകിയ സമ്പത്തിന്റെ 2.5%, 40-ൽ1 ദാനമായിട്ട് കൊടുക്കണം. നമ്മളുമായി ബന്ധപ്പെട്ട 2ാമത്തെ ഒരു സാമ്പത്തിക ദാനം പറയുകയാണ്. നമ്മളുടെ സാധന സാമഗ്രികൾ സൂക്ഷിച്ചുപയോഗിക്കണം. അള്ളാഹു മറ്റൊന്ന് തരുമ്പോൾ പഴയത് ആവശ്യക്കാരായ ആർക്കെങ്കിലും കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഈ വർഷം പഠിക്കുന്ന പുസ്തകങ്ങളുണ്ട്, സൂക്ഷിച്ചുപയോഗിക്കണം. സാധാരണ കുട്ടികൾ എന്താണെങ്കിൽ വർഷം തീരാൻ പോവാണല്ലോ, പേപ്പറൊക്കെ കീറി അതുകൊണ്ട് വള്ളം ഉണ്ടാക്കി ഒരു തൊപ്പിയിട്ട് ആകെ അലമ്പാക്കും. അതിന് പകരം നല്ല സൂക്ഷിച്ചുപയോഗിക്കും. അതിൽ നിങ്ങൾ ചുമ്മാതൊന്നും എഴുതി വെക്കാതിരിക്കും. നിങ്ങളുടെ വർഷം കഴിഞ്ഞു, അടുത്ത ഒരാൾക്ക് കൊടുക്കും, ആയിഷാക്ക് കൊടുക്കും, ഫാത്തിമാക്ക് കൊടുക്കും. നിങ്ങളുടെ ഉടുപ്പ് നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കും. എന്താണെങ്കിലും പുതിയ ഉടുപ്പ് എടുക്കാൻ പോവല്ലേ, കീറി പറിച്ച് പേന കൊണ്ട് അത് തുളയിട്ട് എന്നിട്ടിങ്ങനെ കൈകൊണ്ട് ആ തുള വലുതാക്കി ഒരു ഗർത്തമുണ്ടാക്കി അതിലൂടെ ചായ എല്ലാം ഒഴിച്ച്, ഒരു ഭാഗത്ത് ചായ, മറ്റേ സ്ഥലത്ത് കറി, ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും സാധനങ്ങൾ എല്ലാം കൂടിയാക്കി കളകളയായിട്ടാക്കി. ഇല്ല, അങ്ങനെയല്ല, സൂക്ഷിച്ചുപയോഗിക്കും. പടച്ചവൻ നിങ്ങൾക്ക് ഒരു വസ്ത്രം നൽകി, പഴയ വസ്ത്രം നന്നായിട്ട് വൃത്തിയാക്കി ഏതെങ്കിലും സാധുക്കൾക്ക് കൊടുക്കുന്നു. നിങ്ങൾ പെട്ടി ഉപയോഗിക്കുന്നുണ്ട്, സൂക്ഷിച്ചുപയോഗിക്കാൻ. പടച്ചവൻ 2ാമതിലെ പെട്ടി തന്നു, പഴയ പെട്ടി ഭദ്രമായി വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു. എന്റെ ഒരു കൂട്ടുകാരൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജമാഅത്തിൽ പുറപ്പെട്ടു. ഞാൻ ഉമ്മായോട് വെറുതെ ചോദിച്ചു, പെട്ടി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മ ഒരു പഴയ ബാഗ് എടുത്ത് തന്നു. ആത്മാർത്ഥതയുടെ ഗുണം, ഒരു പഴയ ബാഗ് അള്ളാഹുവിന്റെ അടിമ സൂക്ഷിച്ചു വെച്ചിരുന്നു, അതെടുത്ത് തന്നു. ഞാനത് ആ മുസ്ലിയാർക്ക് കൊടുത്തു. അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ 1 വർഷം അതുകൊണ്ട് യാത്ര ചെയ്ത് 1 വർഷം കഴിഞ്ഞ് പറഞ്ഞു, ഉസ്താദിന്റെ ഉമ്മായുടെ ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടു കേട്ടോ. ഈ 1 വർഷത്തിനിടയിൽ പാവപ്പെട്ട ഉമ്മ മരണപ്പെടുകയും ചെയ്തിരുന്നു. എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. ഒരു പഴയ ബാഗ് അദ്ദേഹം അത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വീട്ടിൽ തന്നെ വെക്കുകയുണ്ടായി. നമ്മളുടെ സാധനങ്ങൾ പഴയതായി കഴിഞ്ഞാൽ അത് സാധുക്കളായ ആളുകൾക്ക്, ആവശ്യക്കാർക്ക് കൊടുക്കും. നിങ്ങൾ ആഹാരം കഴിച്ചു, വേണ്ടത് മാത്രം എടുക്കും, ചുമ്മാതെ കറി ഒഴിക്കരുത്. ചില മക്കള് അവർക്ക് വെണ്ടക്കായ മറ്റും ഇഷ്ടമല്ല, ഒഴിക്കേണ്ട വാപ്പ എന്തിനാ ഒഴിക്കുന്നത്? ബാക്കി വരുന്നത് ഏതെങ്കിലും സാധുക്കൾക്ക് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആഹാരം കഴിക്കുന്നത് സൂക്ഷിച്ച് ആഹാരം കഴിക്കും, ബാക്കി വന്നു ആർക്കെങ്കിലും കൊടുക്കും. നിലം മുഴുകുന്നത് പോലെ കൈയിട്ട് വലിച്ചു വാരി അങ്ങോട്ടും ഇങ്ങോട്ടും കണാകുണയാക്കി, അതിനുശേഷം കയ്യിലും കുറെ, വായിലും കുറെ, മൂക്കിലും കുറെ, എന്നിട്ട് ഇയാൾ കഴിച്ചോളാൻ പറഞ്ഞു. ആര് കഴിക്കും? കൊണ്ടുപോടേന്ന് പറയും.
വൃത്തിയാക്കി വെച്ച ആളുകൾക്ക് കൊടുക്കും, സന്തോഷത്തിൽ കഴിക്കും, വളരെ ആഹ്ലാദത്തിൽ കഴിക്കും. നിങ്ങൾക്ക് മിച്ചം വരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കും. ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വരികയാണ്. വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ വിശപ്പുണ്ട്. എന്റെ അടുത്ത് ഒരു ഭാര്യ ഭർത്താവ് ഇരിക്കുന്നു. അല്ലാഹു തആല നല്ല അവസ്ഥ കൊടുത്ത പഠിച്ചവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ കുറച്ചു മാത്രം കഴിച്ച് എന്നിട്ട് ആഹാരം മാറ്റിവെച്ചു. എനിക്ക് നല്ല വിശപ്പ് കാരണം കഴിച്ചിട്ട് മതിയായില്ല. അവരോട് ചോദിക്കാൻ തോന്നി, പതുക്കെ ചോദിക്കാം, നിങ്ങൾ തന്നെ ഞാൻ കഴിക്കാം. പക്ഷെ വിഷമം എങ്ങനെ ചോദിക്കും? യാചന ശരിയല്ലല്ലോ. ചോദിക്കാതിരുന്ന് പതുക്കെ പതുക്കെ വിമാനം, അത് എവിടെയാണെന്ന് ശ്രീലങ്കയിൽ വിമാനം ഇറങ്ങി. എനിക്കാവട്ടെ ഭയങ്കരമായ വിശപ്പ്, കടുത്ത വിശപ്പ്. അവിടെ എയർപോർട്ടിൽ പള്ളിയുണ്ട്, അവിടെ പോയി നിസ്കരിച്ചു. അവിടെ നിന്ന് കേരളത്തിലേക്ക് വേറെ പ്ലെയിനിൽ വരണം. ഭയങ്കര ക്ഷീണം. നിസ്കരിച്ച് പള്ളിയുടെ പുറത്ത് വന്ന് ചുമ്മാതെ ഇരുന്നു. ചായ കുടിക്കാനും പൈസയില്ല, ഒന്നുമില്ല. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കളവം വരികയുണ്ടായി ആ വഴിയിൽ. പഴയ മുണ്ടൊക്കെ ഉടുത്ത്, കയ്യിൽ മുണ്ടെടുത്ത് വലിയ സ്പീഡിൽ അദ്ദേഹം വരത്തോട്ട് പോകുന്നു. ഞാൻ അദ്ദേഹത്തെ വലിച്ചു വാപ്പ ഇങ്ങോട്ട് വാ, പള്ളി ഇവിടെയാണ്, നിസ്കാരം ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിസ്കരിച്ചാച്ച്, ഞാൻ ചായ കുടിക്കാൻ പോകുന്നു, നിങ്ങളും കൂടെ വരാൻ പറഞ്ഞു. എന്നെ കയ്യിൽ പിടിച്ചോണ്ട് പോയി. എനിക്കാകട്ടെ ഭയങ്കര ഭൂമി മുഴുവൻ തിന്നാനുള്ള വിശപ്പിയിരിക്കുവാണ്. എന്നെ വിളിച്ചോണ്ട് പോയി. അദ്ദേഹത്തിന് ഒരു ആഹാരം കഴിക്കാൻ അനുവാദമുണ്ട്. അദ്ദേഹം അതിൽ നിന്നും എനിക്കെടുത്ത് തന്നു. ഞാനാകട്ടെ കിട്ടിയതൊക്കെ ഓരോ ഇഡലി ഓരോ വായിക്കാൻ തിന്നോണ്ടിരിക്കുന്നു. ഇങ്ങനെ വലിച്ചു തിന്നുവാണ്. അത് കണ്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലാക്കിയാൽ വിശപ്പുണ്ടെന്ന്. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആഹാരം മുഴുവൻ വൃത്തിയാക്കി അദ്ദേഹം കുറച്ചു മാത്രം കഴിച്ചു. കുറെ ആഹാരം എനിക്കെടുത്ത് അദ്ദേഹം തരികയുണ്ടായി. ആഹാരം മുഴുവൻ ഞാനിവിടെ നാട്ടിൽ കൊണ്ടുവന്ന് മക്കൾക്കും അതുപോലെ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾക്കും കൂടെ നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. മിച്ചം വരുന്നത് വെറും മിച്ചം വന്നതാണ്. അദ്ദേഹം പറഞ്ഞത് എല്ലാം മിച്ചമാണ്. ഞാൻ വിഷമിച്ച് ഞാൻ പറഞ്ഞ്, വാപ്പ മേടിക്കരുത്, നിങ്ങൾക്ക് പൈസ ഇല്ലല്ലേ, ഇത് പൈസ ഇല്ല, എനിക്ക് മിച്ചമാണ്, എനിക്ക് ബാക്കിയുള്ളതാണ്, എനിക്കിവിടെ ഒരു ആഹാരം കഴിക്കാൻ അനുവാദമുണ്ട്. ഞാനിവിടെ നേരത്തെ പൈസ എന്റെ മോൻ അടച്ചിട്ടുള്ളതാണ്, എനിക്ക് ഒരു ആഹാരം കഴിക്കാൻ അനുവാദമുണ്ട്, എനിക്ക് ആഹാരത്തിന് ആവശ്യമില്ല. അദ്ദേഹം വാരി വലിച്ചു തന്നു. അത് മുഴുവനും നാട്ടിൽ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ കളയുന്ന ആഹാരം എത്രയോ സാധുക്കൾക്ക് പ്രയോജനപ്പെടും. നമ്മൾ നശിപ്പിക്കുന്ന വസ്ത്രം എത്രയോ ആളുകൾക്ക് പ്രയോജനപ്പെടും. നമ്മൾ പാഴാക്കുന്ന വെള്ളം എത്രയോ ആളുകൾക്ക് പ്രയോജനപ്പെടും. ഇതുപോലെ തന്നെ മക്കത്തെ സംഭവം പറയാൻ ഭയങ്കര ആനന്ദമാണ്. മക്കത്ത് പരിശുദ്ധമായ ഹജ്ജിന് പോയി. എനിക്ക് നല്ല പനി. നമസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ 2-3 അറബികൾ കയ്യിൽ പിടിച്ച് ആഹാരം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ചുമ്മാതെ അവരുടെ കൂട്ടത്തിൽ പോയി. നല്ല പനിയുണ്ട്. അവരാകട്ടെ കുറെ ആഹാരം മേടിച്ചു. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്ക് ആഹാരം വേണ്ട, എനിക്ക് പനിയാണ്, കഴിക്കാൻ വയ്യ. അവര് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ള കഴിക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചെന്നിട്ട് കഴിച്ചിട്ട് മറക്കത്തിന് വേണ്ടി വല്ല കഴിച്ച് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകാനാണെന്ന് വിചാരിച്ചു. അവര് ലാസ്റ്റ് മുഴുവൻ ആഹാരവും അതിന് കെട്ടി പൊതിഞ്ഞ് റെഡിയാക്കി തന്നിട്ട് ഞാൻ മുറിയിൽ കൊണ്ടുപോയി കഴിക്കുകയോ ആളുകൾക്ക് കൊടുക്കുകയോ ചെയ്യാൻ പറഞ്ഞു. 30-ൽ പരം ഹാജിമാര് പിറ്റേന്ന് അത്താഴം കഴിച്ച് നോമ്പ് പിടിക്കുകയുണ്ടായി. 30-ൽ പരം ഹാജിമാര്. രാവിലെ എഴുന്നേറ്റ് ഞാൻ അവരോട് നേരത്തെ തന്നെ പറഞ്ഞ് കുറച്ച് ചോറുണ്ട്, അറബികൾ തന്ന ചോറാണ്, അതുപോലെ ഇറച്ചിയൊക്കെ ഉണ്ട്, രാവിലെ ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും 30 പേര് പടപടാതെ എഴുന്നേറ്റ് അത്താഴത്തിന് വരുന്നു. എല്ലാവരും ബറാബറായി കഴിക്കുകയുണ്ടായി. അതുകൊണ്ട് പൊന്നു മക്കളെ, പഴയത് നമ്മൾ നല്ല നിലയിൽ മറ്റുള്ളവർക്ക് കൊടുത്ത് ശീലിക്കണം. ഇതാണ് ദാനധർമ്മം. വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്നും യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നു. നാം പടച്ചവ നൽകിയതിൽ നിന്നും ചെലവഴിക്കും, അതിൽ നിന്നും കുറച്ച് ചെലവഴിക്കും. ബാക്കിയുള്ളതോ പടച്ചവന്റെ പൊരുത്തത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെലവഴിച്ചുകൊള്ളും. അള്ളാഹു നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനും ദാനധർമ്മത്തിന്റെ ഈ വിശാലാർത്ഥം തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ പോയി. നിങ്ങൾ പോകണം, മുസ്ലിമീങ്ങളുമായി സംസാരിക്കണം. അവിടെ സംസാരിച്ചപ്പോൾ ഇതേ വിഷയം പറഞ്ഞു, ദാനധർമ്മം. ഇത് 5 രീതിയിലാണ്. അൽഹംദുലില്ലാഹ്, അവർ വലിയ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു, മഹാനായ യേശു പഠിപ്പിച്ചത് അതാണ്, മഹാന്മാരും മഹദികളും പഠിപ്പിച്ച അതാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. യേശു പറഞ്ഞു, പടച്ചവൻ എന്നോട് ഗൗരവത്തിൽ കൽപ്പിക്കുന്നു നമസ്കരിക്കാൻ. പടച്ചവൻ എന്നോട് ഗൗരവത്തിൽ കൽപ്പിക്കുന്നു ദാനധർമ്മങ്ങൾ ചെയ്യാൻ. മാ ദുംതു ഹയ്യാ, ജീവിതകാലം മുഴുവനും ദാനധർമ്മം ചെയ്യാൻ. എന്നിട്ട് 5 ഭാഗങ്ങൾ വിശദീകരിച്ചു കൊടുത്തു.
പാവത്തങ്ങൾക്ക് വലിയ സന്തോഷമായി. നമ്മൾ മുസ്ലിമീങ്ങൾക്കും നന്മയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അതിന് പരിശീലിക്കും, കാര്യം മനസ്സിലാക്കും. നിങ്ങൾക്ക് മുമ്പാകുന്ന പ്രസംഗം അവതരിപ്പിക്കാനല്ല, ഇതിനേക്കാളും ഭംഗിയായി നിങ്ങൾ കൂടുതൽ നല്ല നിലയിൽ കുറിപ്പുകൾ എഴുതി പ്രഭാഷണങ്ങൾ നടത്തി ശീലിച്ച ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കൽ. ആ അച്ഛൻ ആരംഭത്തിൽ എന്നെ തെറ്റിദ്ധരിച്ചതാണ്, അതിനുശേഷം വലിയ സന്തോഷം അദ്ദേഹം രേഖപ്പെടുത്തി. ഈശ്വരൻ എന്നോട് കൽപ്പിക്കുന്നു ഞാൻ നമസ്കരിക്കണമെന്ന്, ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് ജീവിതകാലം മുഴുവനും. ഉപദേശം സ്വീകരിക്കാമോ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അധികമായി ദാനധർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.